കോക്കനട്ട് ഓയിൽ, കേശാമൃത്, ഡയറക്റ്റ് ടു കിച്ചൺ എന്ന് പറയുന്നൊരു സ്ലോഗനാണ്, അതും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ കേരാഫെഡിൻ്റെ ചീഫ് MD ആണ്, മാനേജിങ് ഡയറക്ടറാണ് MD വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേരാഫെഡായിട്ട് ബേസ്ഡായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് SCST ഫെഡാണ്. SCST ഫെഡ് വരുന്നത് 1981 ഇതും ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. ഓക്കെ, പിന്നെ മത്സ്യ ഫെഡ് എപ്പോഴാണ് വരുന്നത്? 1984 വരുന്നത്. മത്സ്യ ഫെഡിനും ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കേരാഫെഡിൻ്റെ പറഞ്ഞ പോലെ MD തന്നെയാണ് ചീഫ് എക്സിക്യൂട്ടീവായിട്ട് വരുന്നത്. ഓക്കെ, മാനേജിങ് ഡയറക്ടറാണ് ചീഫ് എക്സിക്യൂട്ടീവായിട്ട് വരുന്നത്. നമുക്ക് പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചിറ്റോസാൻ, ചിറ്റിനി, ന്യൂട്രിഫിഷ്, വനിതാ ബസ് സർവീസ്, വ്യാസ സ്റ്റോർസ്, ഫിഷ് കോപ്പ് ഫെഡ്, ഇതൊക്കെയാണ് മത്സ്യ ഫെഡിൻ്റെ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത്. ഇതിൽ മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് വ്യാസ സ്റ്റോഴ്സ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അതുപോലെ മത്സ്യ ഫെഡിൻ്റെ ഒരു പബ്ലിക്കേഷനാണ് മത്സ്യ എന്നുള്ളത്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മത്സ്യ ഫെഡിൽ പറയാനുള്ളത്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്ത് വരുന്ന 3 നമ്മൾ പഠിച്ചു അല്ലേ? കേരാഫെഡ്, SCST ഫെഡ്, മത്സ്യ ഫെഡ്. ഓക്കെ, അടുത്തതാണ് വനിതാ ഫെഡ്. വനിതാ ഫെഡ് എപ്പോഴാണ് വരുന്നത്? 2002 വരുന്നത്.